സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇസ്ലാമിന്റെ സ്വർഗത്തെ പറ്റിയുള്ള ഒരു കാര്യങ്ങളാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സ്വർഗം എന്നത് ഒരു മനുഷ്യരും ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതാണല്ലോ ഈ ഉസ്താക്കന്മാരും മൗലവിമാരും ദാവാക്കാരും പറയാതെ പറയുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ ഈ സ്വർഗം എന്ന് പറയുന്നത്, ഇസ്ലാമിക സ്വർഗം. അവർക്ക് അവരുടെ സ്വർഗത്തെ അങ്ങോട്ട്, പ്രത്യേകിച്ച് അൻസാരിയെ പോലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അങ്ങോട്ട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ അവരുടെ സ്വർഗത്തെ പറ്റി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ സ്വർഗത്തിൽ അതുണ്ട് ഇതുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത് എന്ന് അൻസാരിയെ പോലുള്ളവർ പറഞ്ഞു നടക്കുന്നത് കാണുമ്പോഴത്തേനും ബഹുരസമാണ്. കാരണം അത് അവരുടെ ഒരു ഗതികേടാണ്. എന്ത് ചെയ്യാം, ഞങ്ങളുടെ സ്വർഗത്തെ പറ്റി ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ മറ്റുള്ളവരുടെ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടാവുകൊണ്ട് ഞങ്ങളെ കളിയാക്കാൻ വരണ്ട, ഞങ്ങളോട് ഇത് പറയണ്ട എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത സ്വർഗമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കരമായ സ്വർഗമാണത്. പക്ഷെ ഈ സ്വർഗത്തെ പറ്റി പറയാൻ മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഈ നോമ്പ് മാസം ഉണ്ടല്ലോ, ഇവരുടെ ഈ ഒരു മാസം പകൽ മുഴുവനും ഭക്ഷണം കഴിക്കാതെയും രാത്രിയിലെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു ഇരിക്കുന്ന നോമ്പ് മാസം, ഈ നോമ്പ് മാസം ഉസ്താക്കന്മാർക്ക് സ്വർഗത്തെ പറ്റി പറയാൻ ഒരു മടിയില്ല. അത് വയലു പ്രസംഗം ഏത് രാത്രിയിൽ എവിടെ വെച്ച് വേണേലും ഭയങ്കരമാണ്. കാരണം അത് ഭയങ്കര സന്തോഷമാണ്. ഇത് കേൾക്കുന്ന കോയകൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലുണ്ടല്ലോ, അവർ ഭൂമിയിലിരിക്കുകയാണെന്നൊന്നും ചിന്തിക്കുകയില്ല. എൻ്റെ പൊന്നെ, അവരപ്പം തന്നെ പരലോകത്ത് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് കിട്ടി. അത് കിട്ടിയെന്നുള്ള ഉഷാറിൽ, സ്വർഗം പുൽകിയ ഉഷാറിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ ആ ഉസ്താദ് അവിടെ നിന്നിട്ട് സംസാരിക്കുമ്പോഴത്തേനും ആ ഫ്രണ്ടിലിരിക്കുന്നവരുടെ ആ മുഖവും, ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെയ്യുന്നുള്ള പോലൊക്കെയാണ് തോന്നുന്നത്. അത്രയ്ക്ക് സിസ്റ്റോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയുന്നത്. അത് പറയുമ്പോഴത്തേനും അങ്ങ് എന്തോ ഉഷാറാകുകയാണ് അവർ. എന്നിട്ടാണ് അൻസാരി പറയുന്നത്, ഇത് കണ്ട അണ്ടനും അടകോടനും ചെമ്മാനും ഒന്നും കൊടുക്കുന്നതല്ല. എൻ്റെ അൻസാരി, എൻ്റെ കാര്യം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ സ്വർഗമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടാണോ ഈ പരിപാടിയായിട്ടിരിക്കുന്നത്? നമുക്ക് ആ സ്വർഗത്തെ പറ്റി പറയുന്നു കേട്ടു നോക്കാം. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ, സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. ഖവാഇബ, അച്റാബ, സമപ്രായക്കാരികളായ സഹോദരൻ. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഇടുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇവർക്കൊരു കുഴപ്പമുണ്ട്. ഈ കോയകൾക്ക് ആദ്യമേ ആവേശം മൂത്ത് യൂട്യൂബിലേക്ക് ഈ സ്വർഗത്തിൻ്റെയൊക്കെ വാരി വരിച്ചിടും. ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ പേരെങ്ങാണ് ഇതിനെപ്പറ്റി ഒരു വിമർശനമോ അല്ലെങ്കിൽ ഇതെന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ മുക്കിക്കൊണ്ടു പോകും കേട്ടോ. അത് അങ്ങനെ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. അവർ ഈ ഒരു പ്രത്യേകത ഭയങ്കര. ഇപ്പോൾ sunna.com എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ 2013, 14, 15 കാലഘട്ടത്തിൽ, 16 കാലഘട്ടത്തിലൊക്കെ sunna.com നിന്ന് പല ഹദീസുകൾ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാ നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടാനില്ല, ആ ഹദീസ് കിട്ടാനില്ല. നമ്പർ അവിടെ ചെല്ലും, പക്ഷെ ആ ഹദീസ് കിട്ടത്തില്ല. അവർ പോലും sunna.comന്റെ ആൾക്കാർ പോലും എന്ത് ചെയ്യുന്നു, മാറ്റാന്നുണ്ടെങ്കിലാണ് ഈ കേരളത്തിൽ കിടക്കുന്നത് ഇവർക്ക് മാറ്റാൻ പറ്റാതെ അല്ലേ. ഇതാണ് സംഭവം. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. റിപ്പീറ്റ് ആണല്ലോ എന്ന് തോന്നരുത്, അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ അടിപൊളി സ്വർഗം, എന്താ രസം, അടിപൊളിയായിട്ടുള്ള സ്വർഗമാണ്. ഈ ഇരിക്കുന്ന കോയകളെ കണ്ടോ? ഇതിൽ ഈ അൻസാരിയും ഹാരിസ് മദനിയോ മുജാഹിദ് ബാലുശ്ശേരിയോ അക്ബർ തുടങ്ങിയവരുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. അവരിതിൽ പെടുന്നതല്ലായിരിക്കും. അല്ലെങ്കിൽ ഇനി പെടുന്നവരാരൊക്കെ ഒന്ന് നോക്കാം, മനസ്സിലായി. അവരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇരിപ്പുണ്ടായിരിക്കില്ല, എന്നുണ്ടെങ്കിൽ സ്റ്റേജിന് പുറത്ത് അല്ലെങ്കിൽ കാറിനകത്തൊക്കെ ഇരുന്നുകൊണ്ടാണേലും വന്നിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ഹാരിസ് എന്തൊക്കെയാണെങ്കിലും കേൾക്കാതിരിക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അൻസാരി കേൾക്കാതിരിക്കത്തില്ല. അൻസാരി ആണല്ലോ ഇതിൻ്റെ വക്താവ്. അതുകൊണ്ട് അൻസാരി ഇത് ബഹുരസമാണ് കേട്ടോ. പ്രായക്കാരികളായ സഹോദരിമാർ ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ,
സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുല്ലിങ്ങളുണ്ട്, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. ഇനി ഇന്ന് എന്തൊക്കെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല, ഖുറാൻ്റെ അകത്തുള്ളത് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് ബോധ്യമായി. ഇനി അവരുടെ ഹദീസുണ്ട്. ഹദീസുകളിൽ നിന്ന് ആരൊക്കെയാണ് സ്വർഗത്തിൽ ചെല്ലുന്നത്, അവർക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, സ്വർഗത്തിലുള്ള അവരുടെ അവസ്ഥ എങ്ങനെയാണ്, അതിനെപ്പറ്റി 1-2 എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ, കർത്താവ് അനുവദിച്ചാൽ ഇന്ന് എന്തൊക്കെയാണെങ്കിലും കുറച്ച് ഭാഗം നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവിടെ ഹദീസ് പ്രമാണമായിട്ടാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘത്തെ പറ്റിയൊക്കെ മുഹമ്മദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1956 പേജ് 785 പറയാണ്. മുഹമ്മദിൽ നിന്ന് അവർ അഭിമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ ആയിരുന്നു. സ്വർഗത്തിൽ പുരുഷന്മാരാണോ കൂടുതൽ അതോ സ്ത്രീകളോ? അബൂ ഹുറൈറ പറയുന്നു, അബുൽ ഖസീം പറഞ്ഞിട്ടില്ലേ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘം പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ ആയിരിക്കും. അതിനെ തുടർന്ന് പ്രവേശിക്കുന്ന സംഘം ആകാശത്ത് ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. എല്ലാ ഓരോരുത്തർക്കും ഈ 2 ഇണകളുണ്ടായിരിക്കും. അവരുടെ കണങ്കാലിലെ മജ്ജ മാംസത്തിനപ്പുറത്ത് നിന്ന് കാണാവുന്നതാവും. സ്വർഗത്തിൽ ഭാര്യമാരില്ലാത്തവരില്ല. സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1956 പേജ് 875 ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർഗത്തിൽ 2 ഇണകളുണ്ട്. അവരുടെ കണങ്കാലിലെ മജ്ജ മാംസത്തിനപ്പുറത്ത് കാണാവുന്നതാണ്. സ്വർഗത്തിൽ ഭാര്യമാരില്ലാത്തവരില്ല. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഈ സ്വർഗത്തിൽ ചെല്ലുന്ന ഈ ദീനിയായിട്ടുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്ക് 2 ഭർത്താക്കന്മാർ വീതം കാണുമോ അൻസാരി? അവർക്ക് 2 ഭർത്താക്കന്മാർ വീതം കാണുമോ? ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ മതി. അവർക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ കാണുമോ? അപ്പം നിങ്ങൾ പറയുന്നതാണ് അവർ സ്ത്രീകൾ വന്ന് ചോദിച്ചാൽ എന്തും അവിടെ ലഭിക്കുമെന്ന്. അതൊക്കെ വെറും വരും. എന്നാൽ അവർ വന്ന് ചോദിക്കുകയാണ്, കുറേ ഭർത്താക്കന്മാർ വരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് അവരെ കാണുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് സന്തോഷകരമായിരിക്കുമോ? നിങ്ങൾക്ക്, അവർക്കല്ല, നിങ്ങൾക്ക്. ഇനി ഈ കാലിലെ മജ്ജ കാണാന്നൊക്കെ പറയുമ്പോൾ ഈ എക്സ്റേ എടുത്തതുപോലെയാണോ? ഈ മജ്ജയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാന്ന് പറയുമ്പോൾ ഹൂറികൾ അപ്പം നിങ്ങൾ പറയാം അത്രയ്ക്ക് സുതാര്യമാണെന്നൊക്കെ പറയും. നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ സ്വർഗത്തിൽ 2 ഇണകൾ വെച്ച് നിങ്ങൾക്ക് ലഭിക്കും, ഭാര്യമാർ എല്ലാവർക്കും ലഭിക്കും എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല. നിങ്ങൾ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ചെന്നിട്ട് ഈ ആണുങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് എന്തുവാ വലത്തോട്ട് മുണ്ടെടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കുന്നത് സ്വർഗത്തിൽ പോകണ്ടേ? ചില പെണ്ണുങ്ങളോട് നിങ്ങൾ സ്ഥിരം ചോദ്യമാണ്, എടി പെണ്ണെ നിങ്ങൾ സ്വർഗത്തിൽ പോകണ്ടേ, നീ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇനി സ്വർഗത്തിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്നത്. അതിപ്പോൾ ഇനി ഏതൊക്കെ ടീമാണ് അവിടെ ചെല്ലുമ്പോഴത്തേന് സ്വർഗത്തിലുള്ളവരുടെ അവസ്ഥയെ പറ്റി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘം പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ ആയിരിക്കും. അവരുടെ പിന്നാലെ പ്രവേശിക്കുന്നവർ ആകാശത്തിലെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം പോലെയും പിന്നീട് വരുന്നവർ വിവിധ പദവികളിലായിരിക്കും. അവർ സ്വർഗത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയോ മൂക്ക് ചീറ്റുകയോ തുപ്പുകയോ ചെയ്യുന്നതല്ല. അവർക്ക് സ്വർണ്ണ ചീർപ്പുകളും സുഗന്ധം പുകയ്ക്കാൻ മേത്തരം ഉലുവാനും ഉണ്ടാകും. അവരുടെ വിയർപ്പിന് കസ്തൂരി ഗന്ധമുണ്ടായിരിക്കും. അവരെല്ലാം ഒരേ സ്വഭാവക്കാരും. അവരുടെ നീളം അവരുടെ പിതാവായ ആദമിൻ്റെ നീളമായ 60 മുഴമായിരിക്കും. ഇബ്നു അബി ശൈബ പറയുന്നു, അവർക്കെല്ലാം ഒരേ ആളുടെ സ്വഭാവമായിരിക്കും. അബൂ ഖുറൈബ് പറയുന്നു, അവർക്കെല്ലാം ഒരേ ആളുടെ സൃഷ്ടിപ്പായിരിക്കും.
ഇബ്നു അബി ഷൈബ് വീണ്ടും പറയുന്നു, അവർക്കെല്ലാം ഒരേ ആളുടെ രൂപമായിരിക്കും. സുഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1957 പേജ് 875 അകത്താണ് ഈ പറയുന്നത്. വളരെ വിചിത്രമായ ഒരു സ്വർഗമാണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. അവർക്കെല്ലാവർക്കും ഒരേ പദവിയായിരിക്കും. എന്തൊക്കെയാ സംഭവം അല്ലേ? അവർ സ്വർഗത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയോ മൂക്ക് ചീറ്റുകയോ തുപ്പുകയോ ചെയ്യുന്നതല്ല. അന്നേരം ഇപ്പം അവർക്ക് അവിടെ മലമൂത്ര വിസർജനത്തിനുള്ള ഇതൊന്നുമില്ല, ജലദോഷമില്ല. കാരണം ജലദോഷം ഉണ്ടെങ്കിലൊക്കെയാണല്ലോ മൂക്ക് ചീറ്റി ചീറ്റി നടക്കേണ്ട കാര്യം, അതൊന്നുമില്ല. പിന്നെ അവർക്ക് സ്വർണ്ണ ചീർപ്പുകൾ കൊടുക്കും. അപ്പം മുടിയൊക്കെ അങ്ങോട്ട് കോതി മിനുങ്ങി അങ്ങനെ നിൽക്കാൻ വേണ്ടി ആയിരിക്കാം. ഇതൊക്കെ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. പുകയ്ക്കാൻ മേത്തര ഉലുവാനും ഉണ്ടാകും. അപ്പോൾ പുകച്ച് ആകെ അവിടെ പുക ആയിരിക്കും. അവരുടെ വിയർപ്പിന് കസ്തൂരി ഗന്ധവും ഉണ്ടായിരിക്കും. അത് പിന്നെ മുഹമ്മദിന്റെ വിയർപ്പിന് കസ്തൂരി ഗന്ധമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉസ്താദ് അച്ഛനെ നിന്നുകൊണ്ട് തള്ളുന്നത് നമ്മളെല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്. അവരെല്ലാം ഒരേ സ്വഭാവക്കാരും ആയിരിക്കും, ഒരേ സ്വഭാവമായിരിക്കും. ഈ സ്വർഗത്തിൽ ചെല്ലുന്നവരെല്ലാവരും ഒരേ സ്വഭാവക്കാർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? മുഹമ്മദും ആ ഒരു സ്വഭാവത്തിൽ തന്നെ പെട്ട ആളായിരിക്കും. നിങ്ങൾ വെച്ചിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാവരും ഒരേ സ്വഭാവത്തിൽപ്പെട്ടവരായിരിക്കും. ആകെ ഒരു സ്വഭാവമാണ്, ശരിയല്ലേ? നിങ്ങളല്ലെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും ഒരേ സ്വഭാവക്കാരാണല്ലോ. മലമൂത്ര വിസർജനം നടത്താൻ സമയം കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് കാണാം. കാരണം അവർക്ക് അതിനുള്ള സമയം ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് അറിയണമല്ലോ. ഈ സമയം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. സമയമില്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യും, ശരിയല്ലേ? അവരെല്ലാവരും ഒരേ സ്വഭാവക്കാരാണല്ലോ. ഈ മലമൂത്ര വിസർജനം നടത്താനുള്ള സമയം കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് കാണാം. കാരണം അതിനുള്ള സമയം ഉണ്ടെങ്കിലല്ലേ ഇത് ചെയ്യാൻ പറ്റൂ, ശരിയല്ലേ? അതിനിപ്പം എന്തിനും ഏതിനും ഒരു സമയം വേണമല്ലോ. സമയമില്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്വർഗത്തിൽ പോകുന്നവർക്ക് നീളം കൂടും. 60 മുഴം നീളമായിരിക്കും. അത് ഞാൻ പറഞ്ഞതല്ല, ആരാ പറഞ്ഞതെന്നൂടെ നമുക്ക് നോക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, ആദമിനെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നീളം 60 മുഴമായിരുന്നു. അദ്ദേഹത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, പോയി ആ കൂട്ടുകാരോട് സലാം പറയുക. അവർ അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം മലക്കുകളാണ്. അവർ നിന്നെ എങ്ങനെ അഭിവാദ്യം ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. അതായിരിക്കും നിനക്കും നിന്റെ സന്താനങ്ങൾക്കുമുള്ള അഭിവാദന രൂപം. ആദം ചെന്ന് അവരോട് അസ്സലാമു അലൈക്കും അവർ പ്രതിപാദ്യം ചെയ്തു. അസ്സലാമു അലൈക്ക ബ റഹമത്തുല്ലാഹ് അവിടുന്ന് പറഞ്ഞു. വ റഹമത്തുല്ലാഹ് എന്നവർ അധികം പറഞ്ഞു. നബി അരുളി, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്കൊക്കെയും ആദമിന്റെ രൂപത്തിൽ 60 മുഴം നീളമുണ്ടായിരിക്കും. ആദമിന് ശേഷം മനുഷ്യന്റെ നീളം ഇന്നുവരെയും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1958 പേജ് 875. അപ്പൊ 1400 വർഷമായിട്ട് ഈ നീളം കുറയുന്നുണ്ടെങ്കിൽ ഇപ്പം മനുഷ്യന്റെ നീളം ഇപ്പം നീളത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് സംശയമാണ്, ശരിയല്ലേ? കാരണം ഇവർ പറയുന്നുണ്ടല്ലോ മനുഷ്യന്റെ നീളം കുറയാനുള്ള കാരണം മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം നോക്കിയാൽ മതി. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആർക്കും നീളം കാണാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരിപ്പോഴും 6 അടി 7 അടി 8 അടി പൊക്കക്കാരൊക്കെ ഉണ്ട് താനും. പല അടിപ്പൊക്കത്തിലാണ് അവർ നിൽക്കുന്നത്. അത് അങ്ങനെ ഒരു വശം. ഇനി ഒരു സംശയം, ഈ 5 അടി പൊക്കമുള്ളവൻ 6 അടി പൊക്കമുള്ള ആൾ അല്ലെങ്കിൽ 7 അടി പൊക്കമുള്ള ആള് ഈ മയ്യത്തായി ഖബറിലേക്ക് വെക്കുന്നിടം വരെ അവന് 7 അടി പൊക്കമാണല്ലോ. അപ്പൊ അതിനുശേഷം ഇത് എങ്ങനെയാണ് ഈ ഖബറിലേക്ക് ഇറക്കി വെച്ച് മുൻകീറും നക്കീറൂടെ ഈ കാഹളം ഊതുന്ന കാലം വരെ അടിയാണല്ലോ. ഈ അടിച്ച് നീളം കൂട്ടുന്നതാണ് 60 മുഴം. അതോ ഈ മരിച്ചു കഴിയുമ്പോഴത്തേനും ഉടനെ ഈ പുള്ളി 60 മുഴം നീളമായിട്ട് എഴുന്നേറ്റ് അങ്ങ് പോവോ? എങ്ങനെയാണ്? എന്തെക്കാളും മുൻകീറും നക്കീറും വിടത്തില്ല. കാരണം കബറ് ദണ്ഡനം, കബറ് ശിക്ഷ, ഈ അതിൻ്റെ അകത്ത് കിടന്ന് ചോദ്യ ഉത്തര പരിപാടി എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് കാഹളം ഊതുന്ന ശബ്ദം വരെ നല്ല കൂടത്തിന് അടി കിട്ടുന്ന സമയമുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ തല മാത്രം അടിച്ച് നീട്ടുമെന്ന് തോന്നുന്നു. 60 മുഴം നീളം. അത് എന്ത് പരിപാടിയാണെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ ഇവിടുന്ന് സ്വർഗത്തിലേക്ക്, നിങ്ങളുടെ സ്വർഗത്തിലേക്ക്, ഇസ്ലാമിന്റെ സ്വർഗത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് ഹൗവായുടെ നീളമായിരിക്കുമോ? അതിനെപ്പറ്റി ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതെങ്ങനെയാണ് ഹൗവായുടെ നീളം 60 മുഴം നീളമായിരുന്നോ ഇല്ലയോ എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ ജിഹാദികൾ പക്ഷിയാകും സ്വർഗത്തിൽ. അവര് പക്ഷിയുടെ സെറ്റപ്പായി മാറും. അതിങ്ങനെയാണ്. സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1959 പേജ് 875. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ചില ജനവിഭാഗങ്ങൾ പക്ഷി ഹൃദയങ്ങൾ പോലെ ഹൃദയമുള്ളവരായിരിക്കും. സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1959 പേജ് 875. ഇത് ഏത് പക്ഷിയാണെന്നൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. കഴുകനാണോ,
അതോ പ്രാപ്പിടിയനാണോ, ഏതാണെന്നൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കണമേ. പിന്നെ ജിഹാദികൾ പക്ഷികളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 72 ഹൂറുകളെ കിട്ടുമ്പോഴത്തേനും പറന്ന് നടന്ന് കൊത്താനായിരിക്കും ചിലപ്പോൾ. ഈ നടന്നു ചെല്ലാൻ വേണ്ടി സമയം എടുക്കുമ്പോഴത്തേനുമേ ഈ ഹൂറുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴത്തേനും പറന്ന് കിടക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതങ്ങനെ അങ്ങ് മുമ്പോട്ട് പൊക്കോളും. അതിലിപ്പോൾ അത് ആരും വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹു അവർക്ക് പറന്നെത്താൻ എത്രയും പെട്ടെന്ന് ഹൂറുകളുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയുള്ളൊരു വഴിയാക്കിയായിരിക്കും അവർ പക്ഷിയുടെ ഹൃദയം. അപ്പോൾ ചിലപ്പോൾ പറന്ന് ആ ഹൃദയം ഉണ്ടെങ്കിൽ പറന്നങ്ങ് ചെല്ലാമല്ലോ. ഈ അതേത് പക്ഷി, കഴുകനാണോ തത്തയാണോ മൈനയാണോ മാടത്തയാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പച്ചപ്പക്ഷിയായിട്ട് പറന്ന് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നീട് അടുത്ത എപ്പിസോഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദൈവം അനുവദിച്ചാൽ. ഇനി അതുകൂടാതെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഭക്ഷണമുണ്ട്, പക്ഷേ മലമൂത്ര വിസർജനം ഇല്ല. പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അവർ. ഇപ്പം നല്ല മദ്യത്തിൻ്റെ പുഴ, പിന്നെ ഈ പഴങ്ങൾ, ഇതെല്ലാം അവർ കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ കഴിച്ചത് പുറത്തേക്ക് പോകണ്ടേ, ഈ പോകാനുള്ള വഴിയും കണ്ടുപിടിച്ചു. അതൊരു വല്ലാത്ത കണ്ടുപിടുത്തം തന്നെയാണ് കേട്ടോ. ഈ വയറ്റിലേക്ക് ചെല്ലുന്നത്, ഈ പോകാനുള്ള വഴി കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആകെ പ്രശ്നമായി തീർന്നേനെ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീരുമായിരുന്നു. ജാബ്രുനോ അബ്ദുള്ളയിൽ നിന്ന് നബി പറഞ്ഞു, സ്വർഗവാസികൾ സ്വർഗത്തിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യും, എന്നാൽ അവർക്ക് മലവിസർജനം നടത്തേണ്ടി വരില്ല. അവർക്ക് മൂക്കട്ടയുമില്ല, അവർ മൂത്രിക്കുകയുമില്ല. എന്നാൽ അവരുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഏമ്പക്കമായി വായിലൂടെ പുറത്തു പോകും. കസ്തൂരിയുടെ സുഗന്ധത്തോടെ അല്ലാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്താനും അവനെ സ്തുതിക്കാനും അവർ തോന്നിപ്പിക്കപ്പെടും. നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തോന്നുന്നത് പോലെയായിരിക്കും അത്. സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1962 പേജ് 876. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, അവർക്ക് അവിടെ മൂക്കട്ട ഇല്ല. ഇത് മൂക്കട്ട എടുത്തിട്ട് നിനക്ക് ജലദോഷം ചീറ്റിക്കളയാനായിരിക്കും, മൂക്കട്ട ഇല്ലായിരിക്കും. പിന്നെ മൂത്രിക്കയില്ല, എൻ്റെ പൊന്നെ. മലവിസർജനം നടത്തേണ്ടി വരികയില്ല. അപ്പോൾ അവരുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഏമ്പക്കമായിട്ട് എന്ത് ചെയ്യും, വായിലൂടെ പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പം മലമൂത്ര വിസർജനം എന്തൊക്കെയാണ് ഈ ഏമ്പക്കമായിട്ട്. അപ്പൊ ഈ മൂത്രത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഏമ്പക്കമായി വായിലൂടെ പുറത്തു പോകും എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ പണി പാളിയാണ്. വേറെ എവിടെയെങ്കിലും ഒക്കെ കൂടായിരുന്നു അതിൻ്റെ ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമായേനെ. കാരണം സുഖം ആണല്ലോ, ഒരു വല്ലാത്ത സുഖത്തിലാണല്ലോ ഇവർ സ്വർഗത്തിൽ നിൽക്കുന്നത്. അവരിപ്പം ഭക്ഷണം കഴിച്ച് ഇതൊക്കെ ആ സുഖത്തിൻ്റെ പരിലാണെങ്കിൽ സുഖിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സുഖമായി ഇങ്ങനെ പോകുമ്പോൾ ഒരേമ്പക്കമൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ ഏമ്പക്കത്തിന് പകരം വേറെ ഇത് വഴിയിലുമാണ് പോകുന്നതുണ്ടെങ്കിൽ ആകെ പണി. അപ്പോൾ അവിടെ സീൽ വെച്ച് അടച്ചിട്ടൊക്കെ വെക്കുമായിരിക്കും. അങ്ങനെ അതൊരു പിടുത്തവും ഇല്ല. എന്തും ആയിക്കോട്ടെ, സ്വർഗമാണല്ലോ, ഇസ്ലാമിക സ്വർഗം, മാമാ സ്വർഗം. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇനി അവർക്ക് ഇനി ഒരു ക്ലേശം ഉണ്ടാകത്തില്ല. ഒരു ക്ലേശം എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു ക്ലേശം ഉണ്ടാകത്തില്ല. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1962 പേജ് 878 പറയുകയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിച്ചവൻ സുഖാനുഭൂതി നുകർന്നുകൊണ്ടേയിരിക്കും. ഒരുവിധ ക്ലേശവും അവനെ സ്പർശിക്കുകയില്ല. അവൻ്റെ വസ്ത്രങ്ങൾ നുരുമ്പിക്കുകയോ അവൻ്റെ യുവത്വം നശിക്കുകയോ ഇല്ല. മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1964 പേജ് 878. യുവത്വം നശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ള അത് നന്നായി. കാരണം ഈ 100 മരിച്ചാലും 180 മരിച്ചാലും 190 മരിച്ചാലും 99.9 മരിച്ചാലും സ്വർഗത്തിൽ യുവത്വം പോകാതെ ഇങ്ങനെ നിലനിൽക്കുമല്ലോ. അത് നിലനിൽക്കുന്നതിനാൽ എത്ര യാത്ര ചെയ്താലും കുഴപ്പമില്ല. കാരണം സ്വർഗത്തിലൊരു മരമൊക്കെ ഉണ്ട്, കുതിരയുണ്ട്, കുതിരക്കാരൻ അതിൻ്റെ മുകളിൽ കൂടെ നടക്കും സ്വർഗത്തിലേ. വലിയൊരു സംശയം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ചോദിക്കാം. അപ്പം അവിടെ പറയുകയാണ് ഈ യുവത്വം നശിക്കാതെ ഇരിക്കും. അത് അടുത്ത എപ്പിസോഡിലൊക്കെ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ചെല്ലുന്നവരുടെ പ്രായം എത്രയാണെന്നൊക്കെ കർത്താവ് അനുവദിച്ചാൽ പറയാം. നോക്കിക്കോണേ, വല്ലാത്ത ഒരു സംഭവമാണിത്. സ്വർഗം നിലനിർത്തി അങ്ങനെ അങ്ങോട്ട് ആ യുവത്വം നിലനിർത്തി മുമ്പോട്ട് പോകുമ്പോഴത്തേനും അവിടെ കാണുന്നതൊക്കെ എന്താ രസം. ഇവിടെ സ്വർഗത്തിലൊരു മരമുണ്ട്, ആ മരവും രസമാണ്. സഹലിബിനു സയ്യിദിൽ നിന്ന് നബി പറഞ്ഞു, സ്വർഗത്തിലൊരു മരമുണ്ട്, കുതിര എന്ന് ബ്രാക്കറ്റിലാണ്. യാത്രക്കാരൻ അതിൻ്റെ തണലിലൂടെ 100 വർഷം സഞ്ചരിച്ചാലും അവൻ അത് മുറിച്ചു കടക്കാനാവില്ല. അബൂ ഹാസിം പറയുന്നു, ഇതേക്കുറിച്ച് ഞാൻ നുവാബിനു അബീസയ്യ ശുസുർഖിയോട് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ സയ്യിദിൽ ഖുദ്രി ഉദ്ധരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. നബി പറഞ്ഞു, സ്വർഗത്തിലൊരു മരമുണ്ട്. മെലിഞ്ഞ വേഗതയേറിയ മേത്തരം കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ അതിൻ്റെ തണലിലൂടെ 100 വർഷം സഞ്ചരിച്ചാലും അതവൻ മുറിച്ചു കടക്കുകയില്ല. സുഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1965 പേജ് 878. 100 വർഷം നടന്ന് ഓരെങ്ങോട്ടാണാവോ പോണത്? ഇവിടെ ഹൂറികളൊക്കെ വെറുതെ ഇരിക്കുവോ? 72 ഹൂറികൾ വെറുതെ ഇരിക്കുവോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞ് ഇനി ഹൂറികളുടെ എണ്ണം വേറെ ഉണ്ട്. അപ്പോൾ ഈ പോട്ടെ, 72 പോട്ടെ, ഈ 2 ഭാര്യമാർ വെറുതെ ഇരിക്കുവോ? 100 വർഷമൊക്കെ അവനില്ല അബദ്ധത്തിലെങ്ങാനും പോയി അതിൽ പെട്ടതുപോലെ ആവുമല്ലോ. എങ്ങാനും ആ തണലിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞ് തണലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരുന്നതായിരിക്കും. എങ്ങോട്ടോ പോവുകയാണ്. പോട്ടെ, എങ്ങോട്ടേലും പോട്ടെ. അവന് വല്ല നല്ല പണി വല്ലതും കിട്ടുമായിരിക്കും. അത് അന്വേഷിച്ച് പണി ബംഗാളി വന്നതുപോലെ പണി അന്വേഷിച്ച് പോകുന്ന പണി വല്ലതും ആയിരിക്കാം. ഇനി അടുത്തത്, അബൂ മൂസയിൽ നിന്ന് നബി പറഞ്ഞു, സ്വർഗത്തിൽ അകം പൊള്ളയായ പവിടക്കൂടാരമുണ്ട്. അതിൻ്റെ വീതി 60 മീലാണ്. അതിൻ്റെ ഓരോ ഭാഗത്തും ഓരോ കുടുംബവും ഉണ്ടാവുമെങ്കിലും അവർ പരസ്പരം കാണില്ല. വിശ്വാസി അവർക്കിടയിൽ ചുറ്റി നടക്കുന്നുണ്ടാകും. സുഹീഹ് മുസ്ലിം അധ്യായം 65 ഹദീസ് നമ്പർ 1966 പേജ് 878. പവിഴ കൂടാരവും ഓരോ കുടുംബവും ഉണ്ടാവും. അതൊക്കെ നല്ല കാര്യമാണ്. പവിഴത്തിൻ്റെ കൂടാരമുണ്ട്, കുടുംബമുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ടായിരിക്കും, ഭാര്യ ഉണ്ടായിരിക്കും. ഭാര്യ 2 ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. കുട്ടികളുണ്ടായിരിക്കും എന്ന് വേണ്ട, എല്ലാവരും അതൊക്കെ ഉണ്ട്. അല്ല, ഈ അതിനിടയിൽ ഒരു സംശയം. ഈ അതിനിടയിൽ ഒരു വിശ്വാസി ചുറ്റി നടക്കും എന്ന് പറഞ്ഞു. ഈ ചുറ്റി നടക്കുന്ന എന്തിനാ ഈ വിശ്വാസി? പവിഴമായിട്ട് പവിഴ കൂടാരവും കുടുംബവും ഒക്കെ ഉള്ള അതിൻ്റെ അകത്ത് കൂടാരമുണ്ട്. അതിൻ്റെ വീതി, അതിൽ ഓരോ ഭാഗത്ത് ഓരോ കുടുംബം ഉണ്ടാവും. ഓരോ കുടുംബമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കുടുംബത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ ഈ വിശ്വാസി ചുറ്റിത്തിരിയുമെന്നൊക്കെ പറയുമ്പോഴത്തേനും അവന് കുടുംബമില്ലേ? അതെന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുകയാണ്. ഞാനതിനൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ അതിനെപ്പറ്റി അങ്ങ് ചിന്തിച്ച് നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിൽ നിന്നൊന്ന് പഠിക്കാവോ നോക്കട്ടെ. ഈ വിശ്വാസി എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്നുള്ളതിന് നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാളും വിടുകയാണ്. അതെന്തൊക്കെയാണ് നിങ്ങളത് ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് പോട്ടെ, ഉള്ള എല്ലാ നദികളും എവിടെ എത്തി? ഇവരുടെ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ എന്ന നബി പറഞ്ഞു, സൈഹാൻ, ജയ്ഹാൻ, യൂഫ്രട്ടീസ്, നൈൽ എന്നിവ സ്വർഗത്തിലെ നദികളിൽപ്പെട്ടതാണ്. മൊത്തം അവിടാണ്. കാരണം ഇത്രയും നദികൾ ആവശ്യമുള്ളൂ. ഇത്രയും 72 ഹൂറികളുണ്ട്. അതുപോലെ ഈ ആൾക്കാർ സ്വർഗത്തിൽ പണിയും ചന്തയിൽ പോകുന്ന പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അതൊക്കെ കഴിയുമെന്ന് കുളിയും നനയൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് എൻ്റെ ഒരു ചോദ്യം, അല്ലയോ ഉസ്താദെ, അൻസാരി അല്ലെങ്കിൽ ആരിസ് മദനി, ഏതെങ്കിലും മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ശരീരമായിട്ട് തന്നെയാണോ അങ്ങ് പോകുന്നത്? അതോ ഏതെങ്കിലും രീതിയിൽ ശരീരം ഇല്ലാതെ ആത്മാവായിട്ടാണോ പോകുന്നത്? അവിടെ ഈ കുളിയും നനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേന് എങ്ങനെയാണെന്നൊന്ന് പറയണേ. നിങ്ങൾ ഈ ശരീരത്തോടുകൂടി തന്നെയാണോ പോകുന്നത്? അതോ നിങ്ങൾ പോകുന്നത് വേറെ ഈ ആത്മാവായിട്ടാണോ പോകുന്നത്? നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തുണി കൊടുക്കാനൊക്കെ, ഈ തുണി മുണ്ടൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ പട്ടിൻ്റെ തുണിയൊക്കെ കിട്ടുമ്പോഴത്തേന് ഈ അരയ്ക്ക് കുത്തി വെക്കണമല്ലോ. സെറ്റിപ്പിനും പരിപാടിയൊക്കെ ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഞാൻ ചോദിക്കാം, എൻ്റെ സംശയമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് 1 യോഹന്നാൻ 3:2 പറയാണ്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 3:2 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാക്യമാണ്. ശരിയല്ലേ? ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവനെ കാണുമ്പോൾ ആ ഒരു സന്തോഷം, അതുപോലെയല്ല അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് ആ ഒരു കാഴ്ച എത്ര മനോഹരമാണ്. ഈ ഇസ്ലാമിൻ്റെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഭൗതികമായിട്ടുള്ള പല കാഴ്ചകളുമാണ്. അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. നമുക്കതിനെപ്പറ്റി പിന്നീട് ചിന്തിച്ചു വരാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന മദ്യപ്പുഴ, ഊറികൾ, കുതിര കാണും എന്നുവേണ്ട ചന്തയിൽ ആകെ ഒച്ചപ്പാടും ബഹളും ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ആ ക്രിസ്തുവിനെ കാണുക എന്നുള്ള അവനോട് ആ ഒരു സന്തോഷത്തിലാണ്.
അല്ലാതെ ആദമിനെ പോലെ 60 മുഴം നീളമായിട്ട് ചെന്ന് സ്വർഗത്തിലേക്ക് കയറിയിട്ട് എന്തെടുക്കാനാ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ പുതിയൊരു ശരീരം നൽകപ്പെടുന്നത് എന്നുള്ളതിന് കാരണവും ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15:49 പറയാണ്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. മനസ്സിലായോ? എന്നെക്കാട്ട മുസ്ലിങ്ങളോട് പറയാണ്, മാംസരക്തങ്ങൾക്കേ ഈ മാംസവും രക്തവും ഈ ബോഡി ദൈവരാജ്യത്തിലേക്ക് പോവുകയല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഇത് മൊത്തം കൂടെ ഹൂറികളെ അവിടെ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. നമ്മുടെ ശരീരം ദ്രവത്വമുള്ളതാണ്, അത് ക്ഷയിക്കുന്നതാണ്, അത് നാശത്തിന് വിധേയമാണ്. അങ്ങനെയുള്ള ഒരു ശരീരത്തോട് അക്ഷയമായ സ്വർഗത്തിൽ വസിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. മനസ്സിലായോ? ഈ ശരീരം നശിച്ചു പോകും, ക്ഷയിച്ചു പോകും, നാശത്തിന് വിധേയമാകും. നിങ്ങൾ ഈ കുഴിയിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേനും അവസാനത്തെ ആളുടെ കാലടി ശബ്ദം പോയി കഴിയുമ്പോഴത്തേനും 2 പേരിങ്ങോട്ട് മുൻകീറും നക്കീറും ഇറങ്ങി വന്നിട്ട് എടുത്തിട്ട് അടിച്ചു പൊട്ടിക്കുന്നൊക്കെ നിങ്ങളുടെ വിശ്വാസം അതെന്തോ വിശ്വാസമാണ്? ബൈബിൾ പറയുന്നത് ഇത് നശിച്ചു പോകും. അതിപ്പോൾ സെല്ലിലേക്ക് കയറ്റി വെച്ചാലും കുഴിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ജീർണിച്ചില്ലാതായി തീരും. അവിടെ സ്വർഗത്തിൽ ഈ ഒരു അക്ഷയമായ സ്വർഗത്തിൽ ഈ ശരീരം കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. അവിടെ ദൈവത്തിൻ്റെ ആത്മാവാണ്. കാരണം ആത്മീയ ശരീരത്തിലാണ് വസിക്കുന്നത് എന്നതിനാൽ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ സ്വർഗത്തിൽ കല്യാണം കഴിക്കലോ കഴിപ്പിച്ചു കൊടുക്കലോ ഒന്നുമില്ലെന്ന് യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായി? യേശുക്രിസ്തു തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:30 പറയാണ്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയേ ആകുന്നത്. മനസ്സിലായോ? പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നതെന്ന് മത്തായിയുടെ സുവിശേഷം 22:30 പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം ഈ ശരീരം നശിച്ചു പോകും. ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല സ്വർഗത്തിൽ പോകുന്നത്, അവിടെ കഴിപ്പിച്ച് തരാൻ വേണ്ടി ആരുമില്ല. നിങ്ങൾക്ക് ഹൂറികളുണ്ട്, 72 ഹൂറികളുണ്ട്, 2 ഭാര്യമാരുണ്ട്. ഇതിനെയൊക്കെ അവിടെ ആരാണ് ഈ കൈപിടിച്ച് തരുന്നതെന്നുള്ളതാണ്. ഭാര്യമാരാകണമെന്നുണ്ടെങ്കിൽ, ബീബി ആകണമെന്നുണ്ടെങ്കിൽ, ഇണായ ആകണമെന്നുണ്ടെങ്കിൽ കൈപിടിച്ച് തരണമല്ല. ഇപ്പം ഈ കൈപിടിച്ച് തരാൻ നിൽക്കുന്ന ആരാണെന്നാണ് എൻ്റെ ഒരു സംശയം. ആരും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അവിടെ ഇനി കൈപിടിച്ച് തരുന്നത് ഈ ഭൂമിയിലെ പോലെ തന്നെയാണ് നിങ്ങളുടെ നിക്കാഹ് എന്നുണ്ടെങ്കിൽ, അവിടെ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ കൈയും ചെറുക്കൻ്റെ കൈയൂടെ അല്ലല്ലോ, പെണ്ണിൻ്റെ വാപ്പാടെ കൈയും ചെറുക്കൻ്റെ കൈയൂടാണല്ലോ പിടിച്ചത്. അതിപ്പോൾ അവിടെ അത്രയോ ആൾക്കാരൊക്കെ എങ്ങനെ അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു, എന്നെ കേട്ട നിങ്ങൾക്ക് വിട്ടിരുന്നു. അപ്പോൾ ഈ സ്വർഗത്തിലെ മാലാഖമാർ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന അല്ലാത്തതുപോലെ പുനരുത്ഥാന ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരും കല്യാണം കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതൂടെ ഞങ്ങൾ പറയട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വർഗത്തിലുള്ള മാലാഖമാർ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഒരു ടീമല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാന ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരും കല്യാണം കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഈ നശ്വരമായ ജഡശരീരത്തിൽ വസിക്കുന്ന കാലത്ത് നമുക്കുണ്ടാകുന്ന ചിന്തകളോ വികാരങ്ങളോ ആയിരിക്കില്ല അന്ന് നമ്മളെ ഭരിക്കുന്നത് എന്ന് ചുരുക്കം. ഈ ജഡശരീരത്തിൽ ചിന്തകളിൽ, വിചാരങ്ങളിൽ, മറ്റുള്ള ഇതിൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്തരം ഒരു കാര്യമല്ല ഇതിൽ വരുന്നത് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങളുടെ ഉള്ളിൽ ഈ കിടക്കുന്ന മോശമായിട്ടുള്ള ഒരു സ്വർഗസങ്കല്പം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. ആ സ്വർഗസങ്കല്പം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇത് മാത്രമേ ചിന്തയുള്ളൂ. ഇവിടെയും ഹൂറികൾ, അവിടെയും ഹൂറികൾ. അടുത്ത എപ്പിസോഡിലെ ഹദീസിലൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ എന്തിനു വന്നതാണെന്നുള്ളതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. എന്നെ കേട്ട ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് പറയുകയാണ്, ഇത്തരം ഒരു സ്വർഗസങ്കല്പം ഇവരുള്ളിൽ സങ്കല്പമല്ല, ഇത് ഉറപ്പാണ്. അള്ളാഹുവിനെ പറ്റി ഞങ്ങളുടെ ദൈവ സങ്കല്പം സങ്കല്പമാണ്, പക്ഷെ സ്വർഗത്തെപ്പറ്റി സങ്കല്പമല്ല, സ്വർഗത്തെപ്പറ്റി ഇവർക്ക് ഉറപ്പാണ്. ഇവർക്ക് ഉറപ്പാണ്, ഇത് സ്വർഗത്തിനെ പറ്റി ഇവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സ്വർഗം എന്ന് പറയുന്നത് എത്ര മ്ലേച്ഛകരമായ സ്വർഗമാണ്. ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബഹുരസമല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്നത് തിന്നാനും കുടിക്കാനും വിവാഹം കഴിക്കാനും വിവാഹം കഴിച്ചു തരാനും വേണ്ടിയുള്ള പരിപാടിക്കൊന്നുമല്ല. മനസ്സിലായോ?
അവിടെ ചെന്ന് ഞങ്ങൾ ആരെ കാണുവാൻ ആഗ്രഹിച്ചു ആ ജീവനുള്ള ദൈവത്തോട് തന്നെ വസിക്കാനുള്ള ഒരു വലിയൊരു സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഞമ്മൻ്റെ സ്വർഗമാണ് നല്ലത്, ഞമ്മൻ്റെ സ്വർഗത്തിൽ പോകണ്ടേ, മറ്റവൻ്റെ സ്വർഗം മോശമാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും ഒരു കാര്യം ചിന്തിക്കുക, അൻസാരി, എൻ്റെ സ്വർഗവും ഈ അതിനെ മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുകളിൽ കയറിയിട്ട് ഈ വെള്ളപ്പെയിൻ്റ് അടിക്കുന്ന പരിപാടിയില്ലേ, അത് കാരണം ഈ മമ്മൂട്ടിയുടെയും ഷക്കീലയുടെയും കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ആളിനെ കൂട്ടിയെടുക്കുന്ന പരിപാടി അൻസാരിക്കുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഉപദേശം തന്ന്. ആ ഉപദേശത്തിൽ വസിക്കുന്ന അൻസാരിയോട് പറയാം, അൻസാരി ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അൻസാരി സുഹരി ആലപ്പുഴയോടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ്, ഒരു സത്യമായ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് കയറുവാൻ ഹൃദയത്തിൽ വിശ്വസിക്കുക, അതിനെ കൊണ്ട് ഏറ്റുപറയുക. ആ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ ആ ഒരു പരിശുദ്ധമായ സന്നിധിയിലേക്ക് വരുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജീവനുള്ള ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സർവ്വശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.